ആരും ഒരുമിച്ച് പഠിച്ചവരല്ല, ഒരേ ജോലി ചെയ്യുന്നവരല്ല, ഒരേ പ്രായം പോലും അല്ല. പല സ്ഥലങ്ങളിൽ നിന്നായി വന്ന് ഈ സിറ്റിയിൽ കൂടിയവരാ. ഞങ്ങളെ സംബന്ധിച്ച് ഈ ഫ്രണ്ട്ഷിപ്പും 90 ഫ്ലാറ്റും ഒക്കെ പ്രഷർ കുക്കറിന്റെ മോശം പോലെ. ഡെയിലി ലൈഫിന്റെ സ്ട്രെസ്സും മടുപ്പും മൊണോട്ടണിയും ഒക്കെ ചേർത്ത് കളയുന്ന ഒരു നോസിൽ. അല്ലാതെ വീടും കുടുംബമൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു പാരലൽ ലൈഫൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മുടെ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഫ്രണ്ട്സ് ഒത്തിട്ടൊരു ട്രിപ്പ് പോവുക എന്നുള്ളത്. അറ്റ് ലാസ്റ്റ് ഇന്നത് സംഭവിച്ചു. നമ്മൾ പറവൂർ തന്നെ, എറണാകുളത്ത് നിന്ന് അടുത്ത് തന്നെയാണ് പറവൂരുള്ള ഒരു റിസോർട്ടിലാണ് പോയത്. 24 ബ്രൂക്ക് സൈഡ് ഹെറിറ്റേജ് എന്നാണ് അതിൻ്റെ പേര്. എറണാകുളത്ത് നിന്നൊരു 24 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം നല്ലൊരു പഴയ തറവാടിൻ്റെ ഫീല് കിട്ടുന്ന നല്ലൊരു റിസോർട്ടാണ്. ഇത് തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു റിസോർട്ടുണ്ട് ഇവരുടെ തന്നെ. അത് കുറച്ചധികമായി തുടങ്ങിയിട്ട്. അപ്പം ഈ ഒരു റിസോർട്ടിൽ 4 ബെഡ്റൂമാണുള്ളത്. നമ്മൾ 2 റൂമും മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ വന്നത് 10-32 പേരുണ്ടെങ്കിലും നമ്മൾ രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് 2 റൂമും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ റൂംസും പിന്നെ നല്ല ഒരു സിറ്റിംഗ് റൂമും നല്ല ഡൈനിങ് ഹാളും കിച്ചണും ഒക്കെ ഉള്ളതാണ്. നല്ല വ്യൂ ഒക്കെയാണ്, ചുറ്റും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. വന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഒന്നുകൂടെ വരണം എന്നും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണുള്ളത്. ഇവിടെ ഫുഡ് അവൈലബിൾ അല്ല. അടുത്തുള്ള ഒരു ഹോട്ടലാണ് അവർ റെഫർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വരുമ്പം ഫുഡൊക്കെ കൊണ്ടാണ് വന്നിരുന്നത്. ഉച്ചക്കേക്കുള്ള ഫുഡും വൈകുന്നേരത്തേക്കുള്ള സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ വെച്ച് ഇവിടെ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ആത്തിച്ചക്കയും ചാമ്പക്കയും സപ്പോട്ടയും പേരയ്ക്കും ഒക്കെ ഉണ്ട് പറിക്കാൻ, പപ്പായ. അപ്പോൾ എല്ലാവരും അതിനൊക്കെയുള്ള പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ളത് നല്ലൊരു അടിപൊളി പൂളുണ്ട്. നല്ല പ്രൈവസിയുള്ള പൂളാണ്. നമ്മൾ ലേഡീസ് മാത്രമാണെങ്കിലും നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ഇറങ്ങാൻ പറ്റുന്ന ഒരു പൂളാണ്. ഫുൾ കവേർഡ് ആയത് കാരണം തന്നെ നല്ല ഒരു പ്രൈവസി ഉണ്ടായിരുന്നു. ഇതാണ് അടുത്തുള്ള ആ റിസോർട്ടും അതിൻ്റെ സ്വിമ്മിംഗ് പൂളും. അപ്പം നമ്മുടെ ടീംസൊക്കെ കോമ്പൗണ്ടിൽ നല്ല ഉള്ള എല്ലാ ഫ്രൂട്ട്സും ഇവിടെ ഉള്ളതൊക്കെ പറിച്ചെടുക്കുന്ന തിരക്കിലാണ്. ഞാനപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ, കുറച്ച് ഫോട്ടോസ് എടുക്കണം, ഒരു റീല് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങളൊന്ന് നോക്കട്ടെ. എരപ്പോട് എരപ്പ് ഇതെന്താണ് റീൽസാ? ഫോട്ടോസ് എടുക്കലും റീൽസും ഒക്കെ കഴിയുമ്പോഴേക്കും എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു. പിന്നെ ഇവിടെ തന്നെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ് ഇവരുമായിട്ട് കണക്റ്റഡ് അല്ല, സെപ്പറേറ്റ് ബുക്ക് ചെയ്യുന്നതാണ്. അത് കുറച്ച് എക്സ്പെൻസീവ് ആയത് കാരണം നമ്മളാരും ബോട്ടിങ്ങിന് പോയിട്ടില്ല. അപ്പം ഇനി വേഗം ഭക്ഷണം കഴിക്കാനുള്ള തിരക്കായി. എല്ലാവർക്കും വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒരു കുറിയുടെ നറുക്കെടുപ്പുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ കുറച്ച് പാട്ടും കളിയും ഒക്കെ ആയിട്ട് അങ്ങനെ സമയം പോയി. കുറിയുടെ നറുക്കെടുപ്പും പിന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ആവണിക്കുട്ടിയുടെ ഒരു പാട്ട് കൂടെ കേൾക്കാം.
ഇതൊക്കെയാണ് നമ്മുടെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഈ ഒരു റിസോർട്ട് നിങ്ങളൊന്ന് ചൂസ് ചെയ്യുക. ഇതിൻ്റെ പ്രൊമോഷനോ കാര്യമോ ഒന്നുമല്ല, നമുക്ക് പോയിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം പറയുന്നതാണ്. ഇതിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. വേണ്ടുന്നവർക്ക് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മളെന്തായാലും ഹാപ്പി ആയിരുന്നു. എല്ലാവരും പിരിയുന്ന സങ്കടവും അന്നത്തെ ഒരു ദിവസത്തിൻ്റെ സന്തോഷവും ഒക്കെ കൂടിയിട്ടാണ് അന്ന് പിരിഞ്ഞത്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.